ഇങ്ങോട്ട് നോക്കേ, ക്യാമറ അല്ല അമ്മേനെ നോക്കടി. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളിതൊരു സ്റ്റെക്കേഷന് പോവാണ്. ന്യൂ ഇയർ പ്രമാണിച്ച് ഞങ്ങളിത് 31st പോകുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ബേബി ഷവറിന് ശേഷം ഞാൻ എടുക്കുന്ന ഒരു വ്ളോഗാണ്. ഈ വ്ളോഗ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം നമ്മുടെ ടിയ ബേബി ആയിട്ടാണ് നമ്മളിത് ഈ ട്രിപ്പ് പോകുന്നത്. ടിയ ബേബി ഫസ്റ്റ് ന്യൂ ഇയർ ആണ്, ഫസ്റ്റ് സ്റ്റെക്കേഷനാണ്. അങ്ങനെ ഒത്തിരി സ്പെഷ്യലാണ്. അവളിത് ഞാനിങ്ങനെ കാൽസീറ്റിലിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. മലമ്പുഴയുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. അപ്പൻ ഇതേ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. തിബേബു, അമ്മയുടെ കുഞ്ഞു പെണ്ണ്, അമ്മയുടെ ചുണ്ടരി എവിടെ? ആ കുഞ്ഞു ചക്കരമുത്ത് ചിരിച്ചു. നമ്മൾ ആദ്യം വെസ്റ്റ് സൈഡിൽ ഇന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വെസ്റ്റ് സൈഡിൽ വന്നേക്കുവാണ്. എൻ്റെ തല പോയി ഗൈസ്. അതെ, അണ്ണനാണ് ചീന നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വേഗം പോയിട്ട് നോക്കട്ടെ. സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മളത് മേടിക്കുന്നതായിരിക്കും. സോ പാലക്കാടുള്ള വെസ്റ്റ് സൈഡിലാണ്. ഇത് മേടിച്ചിട്ട് അങ്ങ് റിസോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഗെയ്സ്, അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് മേടിച്ച് ബംഗാളികളെ പോലെ പോവാണ്. നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറ്റാമെന്ന് വിചാരിച്ചു. വേഗം പോട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ റിസോർട്ടിലെത്തി ഗൈസ്. ഇതാണ് സ്ഥലം. ഇനി ഞാൻ ഉള്ളിൽ കയറിയിട്ട് സമയം പോലെ വീഡിയോ എടുക്കാം. ഹലോ, അപ്പോൾ അതേ നമ്മൾ പ്രോപ്പർട്ടിയിൽ ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. ചെക്ക് ഇൻ ചെയ്യുമ്പോൾ കൊച്ചു കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതേ ഞങ്ങൾ റൂമിൽ വന്നു. സോ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു വ്യൂ വന്നിട്ട്. ആദ്യമേ കാണിച്ചു തരാം. രസമുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഇതേ എങ്ങനെയാണ് മൊത്തത്തിലൊരു അറ്റ്മോസ്ഫിയർ. ആൻഡ് നമ്മൾ ഇതാണ് നമ്മുടെ റൂം. ഞാൻ ഈ റൂം കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഉള്ളിൽ ശരത്തതേ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റൂം അലങ്കോലാവുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. അതെ, ഇങ്ങനെ ഇരിക്കും. എല്ലാം ഉണ്ട്, ടി വിയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഉച്ചയ്ക്കാണ് ചെക്ക് ഇൻ ആയപ്പോൾ 2 മണിയായിട്ടുണ്ട് സമയം. സോ ഇനി നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള പ്ലാൻ തുടങ്ങാം. അപ്പം അത്രേ ഉള്ളൂ. ഒരു ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണിത്. അവളെ എന്തായാലും നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞങ്ങൾ കഴിക്കാൻ പോട്ടെ. അപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടോ. ലഞ്ച്, ഞാൻ പ്രോപ്പർട്ടിയുടെ പേര് പറയാൻ മറന്നു. സ്റ്റെർലിംഗ് ഗോവർദ്ധന മലമ്പുഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 മണി വരെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് 2:30 ആയി. വേഗം പോയി ലഞ്ച് കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ കയ്യിലിരുന്ന് പോവാണ് അവൾ. വെയിലുണ്ട് കുറച്ചൊക്കെ. ഇവിടെ ന്യൂ ഇയർ പരിപാടികളുടെ സെറ്റപ്പൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ജസ്റ്റ് ഒരു റിലാക്സേഷൻ എന്നുള്ള രീതിയിലാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ അവളെയും കൊണ്ട് റൂമിലിരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. സോ ഇതാണ് ഗൈസ് ലഞ്ച്. ഇവിടെ വെജാണ് ലഞ്ച്. നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ നോൺ വെജ് വേറെ ഓർഡർ ചെയ്യണം. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇതാണ് ലഞ്ച്. അപ്പം ഞാൻ പോയി ലഞ്ച് കഴിക്കട്ടെ. ഇവിടെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി. ആൻഡ് ടിയ മോള് ഉറങ്ങി. അവളെ ഞങ്ങൾ കടത്തി. പ്രത്യേകിച്ച് ഇനി സത്യം പറഞ്ഞൊന്നുമില്ല. നമ്മൾ പിന്നെ ന്യൂ ഇയർ അങ്ങനെ ആഘോഷിക്കാനായിട്ട് ബഹളവും ഇതൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് മാറി അവളുമായിട്ടൊന്ന് സ്റ്റെക്കേഷൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഫുഡ് ആക്ച്വലി ലഞ്ച് ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. വെജായിരുന്നു. വെജിനേക്കാളുപരി അങ്ങനെ ഓപ്ഷൻസ് ഒന്നും പ്രത്യേകിച്ച് കണ്ടില്ല. ജസ്റ്റ് ചോറ്, സാമ്പാർ, തോരൻ അത്രയൊക്കെ ഉള്ളായിരുന്നു. എന്തായാലും അത് കഴിച്ചു. പായസം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് കുടിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. അപ്പം ഇനി ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉറങ്ങാൻ നോക്കുമായിരിക്കും. അങ്ങനെ നാപ്പ് എടുത്തിട്ട് ബാക്കി വൈകുന്നേരം എന്താണ് വിശേഷം, ടീയുടെ മൂഡ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. അപ്പോൾ ടാറ്റാ. അങ്ങനെ അവളെ ഉറക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരത്ത് അവളെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫൈനലി ആശാത്തി ഉറങ്ങി. അപ്പം ഞങ്ങൾ ഇനി പോയി ഒന്ന് ചെറുതായിട്ടൊരു നാപ്പ് എടുക്കാൻ പറ്റുമല്ലോ നോക്കട്ടെ. അങ്ങനെ കൊച്ചിൻ്റെ കൂടെ ഞങ്ങളും ഇറങ്ങി. അവൾ അതിൻ്റെ ഇടയ്ക്ക് എണീക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം ഇറങ്ങി അവസാനം 6:30 ആയപ്പോഴാണ്
6:30 മുമ്പൊക്കെ ആയപ്പോൾ കൊച്ചു എണീറ്റു. അപ്പം ഞങ്ങളും എണീറ്റു. അവളെ അവിടെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശരത്ത് കുറച്ചു നേരം അവള് എണീറ്റ് കളിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാ ഉറങ്ങുന്ന സമയത്ത് അവളെ ഉറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാത്രിയായി, ഇനി പുറത്ത് അവളെയും കൊണ്ട് ഇറങ്ങുമല്ലോ എന്ന് അറിയില്ല. അപ്പം എന്തായാലും ചെറിയൊരു ചായയൊക്കെ ഞങ്ങൾ റൂമിൽ തന്നെ ഇട്ട് എന്തെങ്കിലും കുടിക്കുകയാണ്. പുറത്തവിടെ ഗാല ഡിന്നറിൻ്റെ സെറ്റപ്പൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തായാലും റൂമിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതേ ഞാൻ കോഫി കുടിക്കുകയാണ്. കോഫിയാണ്. അപ്പം അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീ ബേബി ഇവിടെ കിടപ്പുണ്ട്. കിടക്കുന്നവള് ആളിച്ചിരി മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു, സ്ഥലം മാറിയതിൻ്റെ ഒക്കെ അറിയത്തില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ചതിന് കാണാം അവൾ കരയാൻ തുടങ്ങി. അവൾ ഒന്ന് പുറത്തിറങ്ങാൻ സമയം 7 മണിയായിട്ടോ. അവൾ ചെറുതായിട്ട് ഒന്ന് ഉറങ്ങാൻ പോയെങ്കിൽ അവൾ തന്നെ എണീറ്റു. അപ്പോൾ ഇവിടെ ഗാല ഡിന്നറിൻ്റെ പരിപാടിയൊക്കെ, അപ്പോൾ അവിടെ ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. ദേ ടീ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ടീ ബേബി ഇവിടെ അപ്പയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുക. അവൾ അന്തം വിട്ട് ഇതെന്താനും നോക്കിയിട്ട് അവൾ ഇരിക്കുക. അപ്പോൾ ഇതേതാണ് സെറ്റപ്പ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ട്, കുറേ ലൈറ്റ്സൊക്കെ ആയിട്ട് ഫുൾ വൈബാണ്. സ്വിമ്മിങ് പൂളിൻ്റെ ചുറ്റും ഇങ്ങനെ ചെയ്തേക്കുവാണ് അവർ. സോ ഞങ്ങൾ വെറുതെ കുറച്ചേരം നടന്നിട്ട് കയറി പോവായിരിക്കും. ലൈവ് മ്യൂസിക്കൊക്കെ ഉണ്ട് കേട്ടോ. അതെ, സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ അപ്പം ഞങ്ങളൊന്ന് നടക്കട്ടെ, എന്നിട്ട് തിരിച്ച് റൂമിൽ പോകാനാണ് പ്ലാൻ. അവളുടെ സമയത്ത് ഉറങ്ങിയാൽ മതി എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ എനിക്കില്ലെങ്കിൽ അവളുടെ ഇതെല്ലാം തെറ്റും. അപ്പോൾ ലെറ്റ്സ് സീ എങ്ങനെയാണ് അത് ബിഹേവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് മാറി കൊച്ചിനൊരു പരിചയമൊക്കെ ആവുമല്ലോ സ്റ്റേക്കേഷൻ എന്താണെന്നും ഇടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നൊക്കെ. അതിന് വേണ്ടി വന്നതാണ്. പ്രോപ്പർട്ടി കൊള്ളാം കേട്ടോ, നൈസാണ്. അവിടെ വലുതൊക്കെ ആണെങ്കിൽ സ്വിമ്മിംഗ് പൂളിലും കൂടി ഇറക്കാമായിരുന്നു. സോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നടക്കട്ടെ, എന്നിട്ട് കാണാം. ഇവിടുത്തെ സെറ്റപ്പ് ഫുഡിൻ്റെ റെഡി ആവുന്നേ ഉള്ളൂ. ലൈവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് അപ്പുറത്തെ സൈഡിലാണ് മെയിൻ ഐറ്റംസ്. ഇവിടെയാണ് വരുന്നത്. മെയിൻ കോഴ്സ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ കേട്ടോ. അവർ 7 o'clock ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ്, കുറേ ഐറ്റംസ് ഉണ്ട്. ഉച്ചക്കത്തെ സങ്കടം തീർക്കാൻ പറ്റും തോന്നുന്നു വെജായി എന്നുള്ളതിൻ്റെ. പക്ഷേ ഞങ്ങൾക്ക് എന്തോരം ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല അവളുള്ളത് കൊണ്ട്. സോ ഞങ്ങൾ അതിൻ്റെ ഓപ്ഷൻ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന്. ഒന്നെങ്കിൽ അവർ റൂമിലേക്ക് തരാം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് കഴിക്കുമ്പോൾ അവളെ ഇങ്ങനെ പുറത്തായത് കൊണ്ടുള്ളൊരു മടി. സോ നമ്മളും ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല എന്ത് ചെയ്യണമെന്ന്. ഞങ്ങൾ ആലോചിക്കുന്നു. മോസ്റ്റ്ലി റൂമിലായിരിക്കും. അത് ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. സോ ദാറ്റ്സ് ഇറ്റ്. ടീ ബേബി ഇങ്ങനെ നടക്കുന്നുണ്ട്. എത്ര നേരം നടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ടീ ബേബി ഹായ്. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നു. അവളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ ഞങ്ങൾ കളിപ്പിച്ചു. അവൾ ഉറങ്ങേണ്ട സമയമായി. ഇനി അവൾ ഉറങ്ങിയില്ലെങ്കിൽ ലേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഞാൻ അവളെ ഉറക്കാനുള്ള ശ്രമത്തിലേക്ക് പോട്ടെ, എന്നാലും ഞങ്ങൾക്ക് ഡിന്നറൊക്കെ കഴിക്കാൻ പറ്റും. റൂം സർവീസ് തന്നെ വിചാരിച്ചു, കാരണം ഉറങ്ങി അവളെയും കൊണ്ട് പോയി അവൾ എണീക്കുമല്ലോ. റൂമിലേക്ക് ഓർഡർ ചെയ്ത് കഴിക്കാമെന്നാണ്. അപ്പോൾ ഞാൻ അവളെ ഉറക്കിയിട്ട് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ വേഗം വന്ന് ഡിന്നറിൻ്റെ വിശേഷം പറയാം കേട്ടോ. അങ്ങനെ ടീനെ സക്സസ്ഫുള്ളി ഉറക്കി. ഞാനൊരു സൈഡിൽ വന്ന് ലൈറ്റ് ഇട്ടിട്ട് പതുക്കെ സംസാരിക്കാൻ കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ പാട്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അവിടെ ഗാല ഡിന്നറിൻ്റെ പാട്ടാണ്. ടീനെ ഞാൻ സക്സസ്ഫുള്ളി ഉറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റൂമിലേക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിച്ച് ന്യൂ ഇയർ ആഘോഷിക്കാം. ടീ ഉറങ്ങുന്നു. അപ്പോൾ ഇനി ഫുഡൊക്കെ വരുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ടാറ്റാ. അങ്ങനെ നമ്മൾ പറഞ്ഞ ഫുഡൊക്കെ അവർ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പോൾ ടീ ഉറങ്ങായിരുന്നുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ ഒരുവിധം നിന്നിരുന്നൊക്കെ ആയിട്ട് കഴിച്ചു. അവൾ എണീറ്റൊന്നുമില്ലായിരുന്നു. എന്തായാലും ഫുഡ് കഴിക്കാൻ പറ്റി. അവളതേ ഉറങ്ങുന്നു. ഞങ്ങൾ ആ സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പുതിയ ഫാർമ എന്ന് പറഞ്ഞ സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എപ്പിസോഡ് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് തുടങ്ങി. എന്തായാലും ചെറിയ ടൈം എടുത്തു അതിൻ്റെ ഇടയിൽ കൂടെ. സോ ഇത് ഇപ്പോഴും ഇവിടെ ഗാല ഡിന്നർ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് തീരാറായി. സമയം 10 മണിയായി. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്, നിങ്ങളെ കാണിച്ചു തരാൻ. മ്യൂസിക്കൊക്കെ അവർ നിർത്തി. സോ ഇനി ഇതാണ് പുറത്ത്, റൂമിൻ്റെ പുറത്തുള്ള വ്യൂ. അപ്പോൾ ഇനി ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഉരുളിൽ നിന്ന് പറഞ്ഞ കൊച്ചു എണീക്കണ്ടെന്ന് വെച്ച് പുറത്ത് വന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇനി ചിലപ്പോൾ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. 12 മണിയിൽ ഇരിക്കുന്നൊന്നും തോന്നുന്നില്ല. പിന്നെ വന്നിട്ട് ഉറങ്ങിയതുകൊണ്ട് അത്ര ഉറക്കം വരുന്നില്ല. സോ ചിലപ്പോൾ കുറച്ച് നേരം എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. പാലട പായസം കുടിക്കാനുണ്ട് ഡെസേർട്ടിൽ. അത് കുടിച്ചിട്ട് ഉറക്കം വരികയാണെങ്കിൽ കിടക്കും. പിന്നെ ഇനി ടീ എണീക്കും ഇടയ്ക്ക്. അപ്പോൾ അവളെ ഫീഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ കാണാം.
രാവിലെ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് പുതിയ വർഷത്തിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ. രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മളെല്ലാവരും 2026 പ്രവേശിച്ചിരിക്കുകയാണ്. വൺ മോർ ഇയർ. അപ്പോൾ ദേ ഇവിടെ ടിയ ബേബി രാവിലെ എനിക്ക് ന്യൂ ഇയർ പറയുന്നുണ്ട്. നമുക്ക് ടിയ ബേബിയുടെ ന്യൂ ഇയർ വിഷ് കേൾക്കാം. ടിയ ബേബി രാവിലെ കളിക്കുവാണ്. അവളുടെ ഹാപ്പി ന്യൂ ഇയർ ആണ് ഞാൻ നേരത്തെ കേൾപ്പിച്ചത്. ടിയ ബേബു, ടിയ ബേബു ഇങ്ങോട്ട് നോക്കോ. ഹാപ്പി ന്യൂ ഇയർ പറയോ. ക്യാമറ കോൺഷ്യസ് എന്റെ കൊച്ച്. അല്ല, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. കണ്ടോ അപ്പൊ നമ്മളിനി കഴിക്കാൻ പോവാണ്. അവിടെ 7 മണിയായപ്പോൾ എണീറ്റുകൊണ്ട് നമ്മൾ നേരത്തെ എണീറ്റു. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങത്തുള്ളൂ. സോ നമുക്ക് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പം നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങാണ് കേട്ടോ. ടീനെ ഉറക്കിയതാണ്, പക്ഷെ അവൾ എണീറ്റു. അതുകൊണ്ട് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു അവിടെ എന്താ അവസ്ഥ എന്ന്. സോ അങ്ങനെയാണ്. പ്രോപ്പർട്ടി ഇപ്പോൾ സൈലൻ്റാണ്. എല്ലാവരും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് രാവിലെ പതുക്കെ എണീക്കുന്നുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ തട്ടി അവിടെ വീണേനെ. ഇപ്പോൾ ഞാനും വീണേനെ. സോ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ടീ എന്താക്കുന്ന അറിയില്ല, നോക്കാം. സോ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമ്മളില്ല, ഞാൻ മാത്രം. കൊച്ചു ഇവിടെ വന്നപ്പോഴേക്കും കുറച്ച് ഉറക്കം വരാനൊക്കെ തുടങ്ങിയിട്ടേക്കും. അതുകൊണ്ട് ഒരാൾ കഴിക്കലേ നടക്കുള്ളൂ. അപ്പോൾ ശരത്ത് അപ്പുറത്ത് മാറി നിന്ന് കൊച്ചിനെ ഉറക്കാനുള്ള ശ്രമത്തിലാണ്. ഞാനപ്പോൾ എന്തായാലും മീൻ കഴിച്ചിട്ട് അവിടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. തൽക്കാലം ഞാനിപ്പോൾ ഒരു സെറ്റ് ഇത് എടുത്തു. പൂരി പോലെ എന്തോ ലച്ചിന്ന് എഴുതിച്ചേക്കണം, എനിക്ക് മനസ്സിലായില്ല. പിന്നെ സേമിയ ഉപ്മ അങ്ങനെയൊക്കെ എടുത്തേക്കണേ. പിന്നെ ഇഡ്ഡലി വടയൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം കഴിക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ അവൾക്ക് ഉറക്കം വന്നിരിക്കുക. ഞങ്ങളിവിടെ കടത്തിയിട്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചു. ഇങ്ങനെ ശരത്ത് കഴിക്കാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് അവളെയും കൊണ്ട്. എത്ര നേരം ഇരിക്കുന്നത് അറിയില്ല. എന്തായാലും അവൻ കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റും കൊള്ളായിരുന്നു. അത്യാവശ്യം ഓപ്ഷൻസൊക്കെ ഉണ്ട്. കഴിച്ചു, നല്ലതായിരുന്നു. സോ ഇനി അവളെ പോയിട്ട് അവളുടെ ഉറക്കം ശരിയാകത്തോണ്ട് ഇനി അവൾ ഉറക്കേണ്ടി വരും ഒന്നുകൂടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് 11 മണിക്കാണ് ചെക്കൗട്ട്. നോക്കണം എങ്ങനെയാണെന്ന്. 9 മണി കഴിഞ്ഞു ഇപ്പം തന്നെ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ടി ബേബു ഉറങ്ങുന്നില്ല എന്നാ തോന്നുന്നേ. ഇവിടെ കഥ പറഞ്ഞോട്ട് കിടപ്പുണ്ട്. അല്ല ടി ബേബുവേ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്, ചെക്കൗട്ട് ചെയ്യാൻ. അപ്പോൾ ഡ്രസ്സ് ഇടിക്കുകയാണ് നമ്മൾ. ടി ബേബിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ പോവും. ടി ബേബിനെ ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്കിനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. പ്രത്യേകിച്ച് റെഡി ആവലൊന്നും ഇല്ലല്ലോ കൊച്ചു വന്നതിന് ശേഷം. കരയാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞു ബർഗർ കഴിക്കാൻ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നോക്കാം നമുക്ക് നടക്കുമെന്ന്. അപ്പം നമ്മൾ റെഡിയായി ഗെയ്സ്. നമ്മൾ ഇറങ്ങാണ് ഗെയ്സ്. അപ്പോൾ നമ്മൾ റെഡിയായി ഇറങ്ങാൻ പോകുന്നു. നമ്മൾ ബർഗർ കഴിക്കാൻ പോകുന്നതാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് പോവാം. ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ട്. താഴെ ഇറങ്ങിയിട്ട് നോക്കാം. സോ നമ്മൾ ഇറങ്ങി ഇതേ പോകുന്നു. ഒന്നും കൂടിയും പ്രോപ്പർട്ടി കാണിച്ചു തരാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവിടുന്ന് സൈൻ ഓഫ് പറയാണ്. ഞാൻ ബർഗർ കടയിൽ കയറിയിട്ട് വിശേഷമായിട്ട് വരാം കേട്ടോ. ഒരു ഫോട്ടോ എടുത്തിട്ട് നല്ലതാണെങ്കിൽ കാണിച്ചു തരാം. അവളവിടെ കരച്ചിലാണ്. അപ്പം നമ്മളങ്ങനെ ഇതാ ബർഗർ കടയിലെത്തി. അയ്യോ, ഇതിൻ്റെ പേരെന്താ? 7 ബ്രോൾ. 7 ബ്രോൾ. അതാണ് കടയുടെ പേര്. അപ്പോൾ ഇതാണ് കട. ഇങ്ങനെ ഇരിക്കും കട. ഞങ്ങളാണ് ആദ്യം വന്നതെന്ന് തോന്നുന്നു. ഞങ്ങളാണ് ആദ്യം വന്നേക്കുന്നത്. നമ്മൾ നേരത്തെ വന്നുകൊണ്ട് 12 മണിയായപ്പോൾ എത്തിയിട്ടുണ്ട്. ആരുമില്ല. പിന്നെ ന്യൂ ഇയർ ഒക്കെ ആണല്ലോ. ബർഗർ അല്ലല്ലോ എല്ലാവരും ഇവരിങ്ങല്ലേ കഴിക്കുക. അപ്പോൾ 7 ബ്രോളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഗൈസ്. ടി ബേബി ഉറങ്ങിയില്ല. അവളെ ഉറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കട്ടെ.
ബർഗർ വന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ വിശേഷം പറയാം കേട്ടോ. ഈ ഗെയ്സ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇതേ ബർഗർ ഇത് നാഷ്വില്ലെ, ഇത് ബഫല്ലോ ചിക്കൻ ബർഗർ. ഇതാണ് ഇവരുടെ ഫേമസ് നാഷ്വില്ലെ. അത് മീലായിട്ടാണ് പറഞ്ഞേട്ടോ. അപ്പോൾ ഫ്രൈസും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഡ്രിങ്ക്സും ഉണ്ട്. കുഞ്ഞുമണി ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ടേസ്റ്റിങ് ഭയങ്കര റിവ്യൂ ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഹെവിയാന്ന് തോന്നുന്നു. ആദ്യമേ ചിക്കനാണ് കഴിച്ചത്. നാഷ്വില്ലിൽ നിന്ന് ഒബ്വിയസ്ലി സ്പൈസി ആയിരിക്കുമല്ലോ. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പക്ഷെ നല്ല സ്പൈസിയാണ്. കുറേ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ബണ്ണ് കൂട്ടി കഴിച്ച് നോക്കാം, ബർഗർ മൊത്തത്തിൽ കഴിച്ച് നോക്കാം. നല്ല ഫ്രഷായിട്ട് ചൂടായിട്ടുണ്ടെന്നുണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിസ്പിയാണ് ചിക്കൻ, കൊള്ളാം, എനിക്കിഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ട്. അധികം ഡെക്കറേഷനൊന്നും ഇല്ലാത്തൊരു ബർഗർ. പൊതുവേ ബീഫ് ബർഗറാണ് കഴിക്കാറ്. അപ്പോൾ കുറേ നാളുകൂടി ചിക്കൻ കഴിച്ചപ്പോൾ കൊള്ളാം, നൈസ്. ഇത് മര്യാദയ്ക്ക് കഴിക്കട്ടെ. അടുത്തത് ബഫല്ലോ ചിക്കൻ ബർഗർ, നൈസാണ്. ഇതും കൊള്ളാം. ഇതിൽ പിന്നെ കുറച്ചുകൂടി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചീസൊക്കെ ഉണ്ട്, ലെറ്റൂസൊക്കെ നന്നായിട്ടുണ്ട്. ഇതിലത്ര ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അതിലും ചീസ് ഉണ്ട്, ചീസല്ല, അതിന് മയണൈസാണ്. ഇതിനും ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ബർഗേഴ്സ് ആർ നൈസ് ആക്ച്വലി. പിന്നെ മനസ്സമാധാനത്തോടെ കഴിക്കട്ടെ. പിന്നെ ഇത് ഫ്രഷ് ലൈം, മിൻറ്റ് ലൈം മൊയ്റ്റോ. ടിയ ബേബി എൻ്റെ കയ്യിലാണ്, ശരത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളിവിടെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക, കണ്ണു തുറന്നു. ഞങ്ങൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ വ്ളോഗ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്, വേറെ ഇവിടെ ഇറങ്ങുന്നില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പുറകിൽ വേറെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാവട്ടെ 2026. ഞങ്ങൾക്കും ഒരു അടിപൊളി വർഷമായിരിക്കും. ബേബീനെ വളർത്തി വലുതാക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടിയും ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ. അപ്പോൾ ടാറ്റാ, നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് കാണാം.